ഒരാളുടെ രാവിലെ ഒരു 10 മണി മുതൽ രാത്രി ഒരു 7-8 മണി വരെ നമ്മൾ ലൈവായിട്ട് കാണിക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. മനസ്സും തലയും പോലെ തന്നെ വളരെ ഓപ്പൺ ആണ്, ഒന്നുമില്ല ഇതിലൊന്നുമില്ല. അവിടെ അകത്ത് അമ്മ എന്തൊക്കെയോ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ആദ്യം കഴിച്ചിട്ട് റാങ്ക് ഹോൾഡർ ആണെന്നുള്ളത് ആർക്കെങ്കിലും അറിയായിരുന്നോ? റാങ്ക് ഹോൾഡർ ആയിരുന്നു ഡാൻസിൽ അല്ലേ? യക്ഷിയാക്കുന്നതിൽ അധികം മേക്കപ്പ് ഇല്ലേ ശരിക്കും കൃഷ്ണപ്രഭേന? സർപ്രൈസ്! കറക്റ്റ് യക്ഷി കേട്ടോ, എക്സാക്ട് യക്ഷി ആയിട്ടുണ്ട്. ഹായ്, പറയൂ. ഇന്റർവ്യൂ കാഴ്ചകളിൽ നിന്നൊക്കെ വിപരീതമായിട്ട് നമ്മൾ ഇന്ന് ഒരാളുടെ ഡേ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരാളുടെ രാവിലെ ഒരു 10 മണി മുതൽ രാത്രി ഒരു 7-8 മണി വരെ നമ്മൾ ലൈവായിട്ട് കാണിക്കാൻ പോവുകയാണ്. അതിന് മുൻപായിട്ട് ഹലോ ഹായ് നമസ്കാരം, ഐ എം ഗദാഫി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പനമ്പള്ളി നഗറിലുള്ള കൈരളി അപ്പാർട്ട്മെന്റ്സിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെയാണ് ആക്ച്വലി നമ്മളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഉള്ളത്. ഈ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സെലിബ്രിറ്റിയുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരും, നമ്മളെ ഇന്നത്തെ ഫുൾ ഡേ കാണിക്കണം എന്നൊക്കെ. പക്ഷെ ആള് എന്തെടുക്കുകയാണ്, ഏത് ഡ്രസ്സിലാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് വളരെ സർപ്രൈസ് ആയിട്ടൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് നമ്പർ 18 ഫസ്റ്റ് ഫ്ലോറിലെ അതാണ്. ഹലോ ഗായ്സ്, ആദ്യമേ അപമാനം എന്നൊക്കെ കടന്നു വരാലോ അല്ലേ? വരൂ, വെൽക്കം. അയ്യോ ഗദാഫി എന്നൊക്കെ. സുഖല്ലേ? സുഖം. ഹായ്, സുഖമായിട്ടിരിക്കുന്നോ? സുഖം. വാ, ആദ്യമായിട്ടല്ലേ വീട്ടിൽ വരുന്നത്? അതെ, നമ്മൾ തമ്മിൽ ഭയങ്കര കൂട്ടൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടാണ് വീട്ടിൽ വരുന്നത്. ഞാനിപ്പോ പറയുമായിരുന്നു, നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തൊക്കെയോ നമ്മൾ കാണിച്ചു തരുന്നുണ്ടെന്നൊക്കെ. അതിലെന്താ നമ്മൾ കാണിക്കാൻ പോകുന്നത് പറയൂ. ഇന്ന് ആക്ച്വലി ഇന്നത്തെ ദിവസം ഗദാഫി വരും എന്നുള്ളത് തന്നെ അത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അതെ, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അത് വേറൊരു ചെറിയ കാര്യം. ഇതല്ലാതെ വലിയൊരു കാര്യം, നമ്മളുടെ ഒരു ഡാൻസ് ടീം ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള കാര്യം അറിയാലോ. അപ്പോൾ നമ്മളുടെ ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ യക്ഷി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ. ആരാണ് യക്ഷി? എന്താ കേൾവി കേൾக்கிறേ? അപ്പൊ അത് ഇന്ന് നമ്മള് സ്റ്റേജിൽ കയറാണ്. അപ്പൊ ഞാനിപ്പോ അതിന്റെ ഒക്കെ ഒരു ഒരുക്കത്തിലൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ക്ലാസ്സിൽ പോകണം, ഒന്നുകൂടെ ഒരു ഫൈനൽ റിഹേഴ്സലൊക്കെ നടത്തി. നമ്മൾ ശല്യം ചെയ്യാൻ വേണ്ടി ശല്യങ്ങള് അങ്ങനെയല്ല. നമ്മൾ ഇന്നത്തെ ദിവസം താങ്കൾ പ്രാക്ടീസ് ചെയ്യുന്നത്, താങ്കൾ റെഡി ആവുന്നത്, സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലില്ല, നമുക്കെന്ത് പ്രശ്നം? നമുക്ക് അത്ര നല്ലതല്ലേ. നമ്മള് അതായത് ഞങ്ങളാൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ഗദ്ദാഫിയും കൂട്ടരും ഒന്ന് തീരുമാനിച്ചാൽ അത് കുറച്ചുകൂടെ ഒന്ന് വൈഡായിട്ട് എത്തുമല്ലോ. എന്തായാലും നമ്മള് പ്രാക്ടീസിലോട്ടൊക്കെ പോകുന്നതിന് മുൻപേ അവിടെ അകത്ത് അമ്മ എന്തൊക്കെയോ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ആദ്യം കഴിച്ചിട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഇവരുടെ ലിവിംഗ് ഏരിയ ആട്ടോ. ഇവരുടെ പനമ്പള്ളി നഗറുള്ള ഫ്ലാറ്റിലെ ലിവിംഗ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ലിവിംഗ് ഏരിയ മാത്രമേ സത്യം പറഞ്ഞാൽ എല്ലാ വീടുകളിലെ പോലെ ഇതൊന്നും കുറച്ചൊന്നും വൃത്തിയാക്കി ഇടുള്ളൂ. ബാക്കി ആരെങ്കിലും വരും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോ തുണിയൊക്കെ ഇവിടെ വാരി വലിച്ചെടുക്കാം. ആരെങ്കിലും റൂമും തുറന്നു നോക്കരുത് കേട്ടോ. ഇവിടെ ലിവിംഗ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല അടുക്കും ചിട്ടയായിട്ട് വെച്ചിട്ടുണ്ട്. ആർക്കും അമ്മയ്ക്കാണോ കൊടുക്കണ്ടേ താങ്ക്സ്? ഇവിടെ എല്ലാവരും നേരെ തിരിച്ചാ. ഇവിടെ ഞാൻ അടുക്കി വെക്കും, അമ്മ വലിച്ചു വരിടും. ചോദിക്കട്ടെ, അമ്മയാണെങ്കിൽ ആകെ ടയർഡായിട്ട് എല്ലാരും പറയുക യൂഷ്വലി സെലിബ്രിറ്റീസിന്റെ ഇടയിലൊക്കെ കൃഷ്ണപ്രഭയുടെ അമ്മയുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല. കഥകൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിരുന്നോളൂ. ആണല്ലേ? ആ അമ്മയുടെ നിന്നാണ് മോക്ക് കിട്ടിയേക്കുന്നത് അല്ലേ? അല്ല, അമ്മയാണ് ഏറ്റവും കൂടുതൽ പാചകടിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അല്ല, കുറച്ച് നാൾ മുന്നേ ജീത്തു ജോസഫിനെ ഇന്റർവ്യൂ ചെയ്തപ്പോ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. കൃഷ്ണപ്രഭയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അതായത് സാറിനൊക്കെ ഇഷ്ടമുള്ള നല്ല ടാലന്റഡ് എന്ന് സാറിന് തോന്നിയിട്ടുള്ള ചുരുക്കം ചില ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് കൃഷ്ണപ്രഭ എന്ന്. എന്തെങ്കിലും കഴിക്കാൻ ഇതൊക്കെ കേൾക്കുന്ന സമയം സന്തോഷല്ലേ? എല്ലാത്തരം ഡാൻസും കളിക്കും. സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു PR വർക്കർ ഉള്ളപ്പോൾ ഇന്ന് നമ്മള് ഈ പ്രത്യേകിച്ച് ഈ ഒരു ഷോ ഇന്ന് കേറുന്നത് കൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ രഘുപുര അമ്പലത്തിലെ പാൽപ്പായസം ഉണ്ട്. അത് പാൽപ്പായസം കലക്കും അമ്പലത്തിലല്ലേ? അമ്പലത്തിലെ അപ്പൊ ധൈര്യത്തോടെ കഴിക്കാം അല്ലേ? തീർച്ചയായിട്ടും നല്ല പാൽപ്പായസം.
ബൈ ദ വേ ഇതാണ് ഇവരുടെ ഓപ്പൺ കിച്ചൺ കേട്ടോ. ഇവരുടെ മനസ്സ് പോലെ തന്നെ വളരെ വളരെ ഓപ്പൺ മനസ്സും തലയും പോലെ തന്നെ വളരെ ഓപ്പൺ ആണ്. ഒന്നുമില്ല തരും ഇതിലൊന്നുമില്ല. എന്തായാലും ഇവരുടെ ഹോം ടൂർ ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ എക്സൈറ്റ് ചെയ്യിച്ചൊരു സാധനം ഉണ്ട് ഇവിടുത്തെ ഹോം ലീഡർ. ഇവിടുത്തെ ഏറ്റവും വലിയ സാധനം അതാ അല്ലേ? ഇവിടുത്തെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഹോം തിയേറ്ററിൽ വെച്ചിട്ട് ഡിസ്കോ ഡാൻസ് വെച്ചിട്ട് പോവാം. ഓക്കെ. ഇവിടെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല് എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോ മനസ്സിലാവത്തേ ഇല്ല ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടെന്ന്. നമുക്ക് ജനലൊക്കെ തുറന്നിടാം. ജനൽ തുറന്നിടുമ്പോ ഇതുണ്ടാവും. ഇങ്ങോട്ട് നമ്മളിപ്പോ പനമ്പിള്ളേർ വോക്ക് വേ ആണ് ആ പോകുന്നത് ഒക്കെ. ഇനിയാണ് മറ്റേ നമ്മൾ കാത്തിരുന്ന സർപ്രൈസ്. ഇത്രയും വയസ്സായിട്ട് മോളു എന്നാണ് വിളിക്കുന്നത് വീട്ടില്. എന്നെ പാറൂന്നാ വിളിക്കണേ. ഞാൻ വന്നപ്പോ തൊട്ട് കേൾക്കുന്നുണ്ട് മോളും മോളും മോളും. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഏതാ മോള്. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. നമ്മളുടെ ഫേസ് തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് ഹോം തിയേറ്ററിലൂടെ. നമ്മളുള്ള നമ്മളുടെ ഫുൾ ഫിഗർ. ഇത് ആക്ച്വലി എന്താ അറിയോ, അമ്മക്ക് ഈ ചെറിയ ഫോണിലൊക്കെ ഒന്നും കാണുന്നു ഇഷ്ടമില്ല. അമ്മക്ക് എല്ലാം വലിയ സ്ക്രീനിൽ തന്നെ കാണുന്ന. ഇപ്പൊ പനമ്പള്ളി നഗറിലേക്ക് നിങ്ങൾ ഈ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് ഇപ്പൊ എത്ര നാളായി? നമ്മളിവിടെ ഏകദേശം 20 വർഷത്തിന് മേളിലായി. 23 വർഷം. അമ്മ പറയായിരുന്നു 23 വർഷം മുന്നേ ഇവിടെ വരുന്ന സമയത്ത് നിസ്സാര പൈസക്കാണ് ഫ്ലാറ്റ് വാങ്ങിച്ചത്. ഇവിടെ എത്ര കോടികളാ അല്ലേ? പക്ഷേ ലിവിംഗ് ഏരിയയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയും ഇവിടുത്തെ ആ മിറർ, ഗോൾഡൻ മിറർ. അത് നമ്മൾ തന്നെ കൈപ്പടയിൽ വിരിഞ്ഞ സാധനങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിന്ന് കൊണ്ടുവന്നാണ്. ഞാൻ അന്ന് അവിടെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തപ്പിയെടുത്തതായിരുന്നു അത്. ക്ലാസ്സിലേക്ക് പോയാലോ ഇത്? കാരണം വീട് എല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുവിധപ്പെട്ടവരെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇനി ഡാൻസ് സ്കൂളിൽ എങ്ങോട്ടേക്കാ എവിടെയാ? ഞങ്ങൾക്ക് ആദ്യം ശരിക്കും നമുക്ക് ആദ്യം ഇനോഗ്രേറ്റ് ചെയ്തത് പനമ്പിള്ളേറിലെ ഈ ഫ്ലാറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗ് ആയിരുന്നു. അത് റെന്റഡ് ഇതായിരുന്നു. അത് അതിൻ്റെ 2019 നമുക്ക് ഹൈബി ചേട്ടനൊക്കെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഹൈബി ചേട്ടൻ SH ഞങ്ങളുടെയൊക്കെ സൂപ്പർ സീനിയർ ആയിരുന്നു കേട്ടോ. അപ്പം പിന്നെ മിയ ഉണ്ടായിരുന്നു, ഒന്ന് ആര്യ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് സാരിക. ഇതാണ് എൻ്റെ ആദ്യ ഗുരു ടീച്ചറാണ്, കലാമണ്ഡലം സുഗന്ധി ടീച്ചർ. ടീച്ചറിൻ്റെ അടുത്താണ് 3 വയസ്സിൽ ഞാൻ ദക്ഷിണ വെച്ച് ഡാൻസ് എന്താണെന്ന് പഠിക്കുന്നത്. സുഗന്ധി ടീച്ചറിന്റെ അടുത്താണ്. ടീച്ചർ കളമശ്ശേരിയിലുണ്ട്, വിദ്യാനഗറിൽ. ടീച്ചറും വന്നിരുന്നു, എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പഠിക്കുന്നത് കോട്ടയം പ്രദീപ് സാറിന്റെ അടുത്തും പിന്നെ ചെന്നൈയില് ലീല സാംസന്റെ അടുത്തും പഠിക്കുന്നുണ്ട്. അതെ, ആ ക്ലബിലേക്ക് പോവാം. താണ്ടവില് അതിപ്പോ കടവന്ത്രയിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് പയ്യ അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കി തരാം. എത്തി നിൽക്കുന്നത് നമ്മളിപ്പോ എവിടാ? ചിലവന്നൂർ റോഡിലാട്ടോ. കടവന്ത്ര ചിലവന്നൂർ റോഡ്. ഇത് കൊച്ചു കടവന്ത്ര. താണ്ഡവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ മേളിലാണ്. താണ്ഡവ് ജൈനിക ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ രണ്ടും ഇവിടെ തന്നെയാണ് ഇപ്പൊ ഫ്ലോറില്. ആദ്യം ജൈനിക വേറെ ഫ്ലോറിലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ ഇതിപ്പോ നമ്മളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടാക്കി. ഇപ്പൊ ഇതൊരു വലിയ ഫ്ലോർ ആക്കി. അപ്പൊ 2 ക്ലാസ്സും ഇവിടെ തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇന്നത്തെ ഇവരുടെ ഷോയിന്റെ ഫൈനൽ റിഹേഴ്സൽ നടക്കാൻ പോവാണ്. ആ ഫൈനൽ റിഹേഴ്സൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ വരെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു ഊർജ്ജത്തോട് കൂടിയിട്ട് നമുക്ക് എന്തായാലും പോയല്ലേ അല്ലേ? സ്ട്രോങ് ടീമാണ് ഇവിടെ ഉള്ളത്. എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇവന്റ്സും സെലിബ്രിറ്റീസ് എല്ലാവരും വന്ന് പഠിച്ചു പോകുന്നതും പെർഫോം ചെയ്യുന്നതും ഒക്കെ പരിചയപ്പെടുത്തി തരാം. നല്ല ഇവന്റ്സുകൾ അതുപോലെ ഡാൻസ് പരിപാടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ താണ്ഡവ തീർച്ചയായിട്ടും വിളിച്ചോ. പിള്ളേരൊക്കെ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു കുഞ്ഞ് ക്ലാസ് റൂമാ. യെസ്, ഇതാണ് റിസപ്ഷൻ ഏരിയ അല്ലേ? മുതലാളി ഇരിക്കണില്ലേ? ഇതാണ് നമ്മളെ മറ്റൊരു മുതലാളി. ഇതാണ് ശരിക്കും മുതലാളി. ശരിക്കും മുതലാളി. ഇത് നമ്മളുടെ രാജേഷ് എന്ന രാജപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. രാജപ്പൻ. ജൈനിക തുടങ്ങിയപ്പോഴാണേലും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ജൈനിക ഇപ്പൊ ഇങ്ങോട്ട് വന്നു. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഒരുമിച്ചാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ശരിക്കുള്ള ക്ലാസ് റൂമിലേക്ക് പോവാം. ശരിക്കും ഹലോ, നമസ്കാരമുണ്ട്. നിങ്ങളുടെ ഫൈനൽ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആള് പറഞ്ഞു. അപ്പൊ നേരിട്ടൊന്ന് ഫൈനൽ റിഹേഴ്സൽ കാണണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ ചെറിയ ടീം. ബാക്കി ടീമിനെ കൂടെ വിളിച്ചിട്ട് നമുക്കൊരു ഫൈനൽ റിഹേഴ്സൽ വിളിക്കാം.
എന്താ ആക്ച്വലി നമ്മൾ കണ്ടേ? എന്താ കണ്ടേ ഞങ്ങള്? Yes. അടിപൊളി കേട്ടോ, എല്ലാവരും കിട്ടില്ല, ഒന്നും പറയാനില്ല. Thank you. വേറെ ഒരു ഫീൽ ആയിരുന്നു. പരിചയപ്പെടുത്തുമ്പോ ഇദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്തണം. അതെ, ഇതാണ് എന്റെ സ്വന്തം ടീം. ഇത് രാജപ്പൻ, താണ്ഡവ് രാജപ്പൻ. ഞാൻ ആക്ച്വലി രാജപ്പന്റെ ടീമിൽ നിന്നാണ് ഡാൻസ് കൊച്ചിയിലുള്ള ഞാൻ ഇങ്ങനെ ഡാൻസ് ടീമിൽ വർക്ക് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ താണ്ഡവിന്ന് അന്ന് താണ്ഡവെന്ന് വേറെ അപ്പൊ ഞങ്ങളുടെ സ്വന്തം ടീമാണിത്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത്. അപ്പൊ നല്ല എന്റെ പിള്ളേർക്ക് എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ സൂപ്പർ ആയിരുന്നു. പല ഏജ് ഗ്രൂപ്പിൽ കണ്ട ആൾക്കാരാ. ഇതിപ്പോ നമ്മള് ഒരു ഇമാക്കിന്റെ ഒരു അവാർഡ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസിന്റെ റിഹേഴ്സൽ ആണ് ഇപ്പൊ കണ്ടത്. ഇത് നമ്മള് സ്റ്റേജിൽ നമ്മൾ ഏകദേശം ഒരു 50 പേരോളം ഉണ്ടാകും. അതിലെ ഡാൻസേഴ്സ് ആണത്. ഇനി ഇതല്ലാതെ വേറെ ആർട്ടിസ്റ്റുകളും കൂടി വരാനാണ്. 50 പിള്ളേർ ഇങ്ങനെ മേച്ചോട്ട് നടക്കാന്ന് പിടിപ്പിൽ പണിയുള്ള കാര്യമല്ലേ? ഇവിടെ വന്നിട്ട് വായ അടച്ചിട്ടില്ല പിള്ളേര് അല്ലേ? എന്റെ കൂടെയുള്ള പിള്ളേരല്ല ഇങ്ങനെ വായ അടയ്ക്കും. ഇതിനിടയ്ക്ക് നിങ്ങളുടെ ടീച്ചറെ പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അയ്യോ, ഞാനൊരു ടീച്ചറൊന്നല്ല, നമ്മുടെ വിഷ്ണു ആണ് ഇതിന്റെ ഫുൾ കൊറിയോഗ്രാഫർ. പറയാൻ പറഞ്ഞു, ഈ കൊറിയോഗ്രാഫി ഇതാക്കുന്നത് വിഷ്ണു ആണ് അല്ലേ? ഞാൻ നമ്മളുടെ ഫുൾ ടീമിന്റെ ഒരു സപ്പോർട്ടർ മാത്രമാണ്. ഓൾ ഇൻ ഓൾ. അപ്പൊ വിഷ്ണു ആണ് ഇതിന് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പൊ പിള്ളേരോട് ടീച്ചറല്ല കൃഷ്ണപ്രഭയെ പറ്റി കുറച്ച് ചോദിക്കാനുണ്ട് ഞങ്ങൾക്ക്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ നിങ്ങളുടെ കൃഷ്ണപ്രഭയെ പറ്റി? ചേട്ടനെ ആദ്യം പഠിച്ചപ്പോ പറയാൻ പറ്റുമായിരിക്കും. എങ്ങനെയുണ്ട് ആള് ചേട്ടാ? നമ്മള് സിനിമയിലൊക്കെ കാണുന്ന ചെറുപ്പം തൊട്ട് ഡാൻസിന് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. ചെറുപ്പത്തിലെ കാര്യം ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ ഉണ്ട് പുള്ളി. ഇപ്പോഴും ഡാൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ വെറുതെ സീനാണ്. ഇത് പഠിപ്പിച്ച കാര്യം, ഇനി പഠിപ്പിക്കാത്ത കാര്യം പറഞ്ഞു ചേട്ടാ. ഇനി അത് വേറെ. അങ്ങനെ അതെ, നിങ്ങള് കൃഷ്ണപ്രഭയെ പറ്റി അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ പിള്ളേരോട്. അമ്മ ആന്റിയുടെ മുഖപടം ഞാനങ്ങ് തറയി തുടങ്ങട്ടെ. അതായത് 3ാം ക്ലാസ്സിലല്ല 3 വയസ്സുള്ളപ്പോ ഡാൻസ് പഠിച്ച ആളാ. ആള് റാങ്ക് ഹോൾഡർ ആണെന്നുള്ളത് ആർക്കെങ്കിലും അറിയായിരുന്നോ? റാങ്ക് ഹോൾഡർ ആയിരുന്നു ഡാൻസിൽ അല്ലേ? എന്നെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അല്ലേ? അറിയായിരുന്നോ? അലയൻസ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ ഫസ്റ്റ് റാങ്ക് വിത്ത് ഗോൾഡ് മെഡൽ ആയിരുന്നു. ഇനി മറ്റേ നാളെ കിടത്തുന്ന ഒരു സാധനം പറയട്ടെ. സ്കൂളിൽ പഠിക്കുന്ന ആമ്പിള്ളേരൊക്കെ പിടിച്ച് ഇടിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആൺകുട്ടികളായിരുന്നു കൂടുതൽ കമ്പനി. ഇപ്പോഴും കണ്ടില്ലേ എന്റെ ഫ്രണ്ട്സ് അല്ലേ ഇവരൊക്കെ. നമ്മള് സിനിമയിൽ കാണുന്ന ഒരു കൃഷ്ണപ്രഭേനെയൊക്കെ അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുടെ ഒരു ഇൻവോൾവ്മെന്റും ഒക്കെ എങ്ങനെയാണ്? ആശയൊക്കെ നിൽക്കണ്ട. ആശയൊക്കെ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. ആശയ്ക്ക് ചിലപ്പോ ആധികാരികമായിട്ട് പറയാൻ പറ്റുമായിരിക്കും അല്ലേ? ആശ ഒന്ന് ഫ്രണ്ടിലേക്ക് വരും. ആരാശ? എങ്ങനെയുണ്ട് കൃഷ്ണപ്രഭ? ഞങ്ങൾക്ക് അറിയാത്ത കൃഷ്ണപ്രഭയെ പറ്റി 2 വാക്ക് പറഞ്ഞ എന്താ പറയാ? ചേച്ചി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലല്ല ഇതുവരെ ഇവിടെ നിന്നേക്കണം. ഞങ്ങളെ പോലെ തന്നെ ചേച്ചി എന്നാണ് ഇപ്പോഴും വിളിക്കണത്. ഇവിടെ ഉള്ള വന്നവരും പോണവരും എല്ലാം ചേച്ചി എന്നാണ് വിളിക്കണത്. നമ്മളായിട്ടും അതെ, എല്ലാത്തിനും ഇപ്പം നമുക്ക് അറിയില്ലെങ്കിലും നമ്മളിവിടെ നിന്ന് പറഞ്ഞു തരാനും എല്ലാത്തിനും മിംഗ്ലിംഗ് ആണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചേച്ചി ഞങ്ങളോട് നിന്നിട്ടില്ല. ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും പഠിക്കാൻ നേരത്താണെങ്കിലും തറയിലിരുന്നു ഞങ്ങളുടെ കൂടെയൊക്കെ തന്നെയാണ് എപ്പോഴും. ഇവരൊക്കെയാണ് എന്റെ കൂടെ ഇടവും ബലവും നിന്ന് ഡാൻസ് കളിക്കുന്ന ആൾക്കാർ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ മെയിൻ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യാണ് യക്ഷി എന്ന് പറഞ്ഞിട്ട്. ഒബിയസ്ലി ഞാൻ തന്നെയാണ് യക്ഷി. ഇനി ആ ചോദ്യം ഇങ്ങോട്ട് വരാത്തോണ്ടാണ് ഞാൻ യക്ഷി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്നുകൂടി ക്ഷണിക്കുന്നു ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ വരാനായിട്ട്. ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചില്ല. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ശേഷം നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ടുള്ള റിക്വസ്റ്റ്, നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ താണ്ഡവ് പ്രസൻസ് യക്ഷി ഞങ്ങൾ സ്റ്റേജിൽ കയറുകയാണ്. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും എന്നും ഉണ്ടായിരുന്ന പോലെ തന്നെ ഇനിയും ഉണ്ടാവുക. ഇനി ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ യക്ഷിയായിട്ട് വരുന്നതായിരിക്കും. സമയം ഒരു 3 മണി 3:30 ആയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ലെയിൻ മെറിഡിയനിൽ വന്ന് പാർക്ക് ചെയ്ത് കയറിയ സമയമാണ്. അപ്പോൾ 6 മണിക്കാണ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. നമ്മളുടെ കൃഷ്ണപ്രഭയും പിള്ളേരൊക്കെ അവിടെ മേക്കപ്പും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഗ്രീൻ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. കൃഷ്ണപ്രഭയും പിള്ളേരുടെയൊക്കെ മേക്കപ്പും കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശേഷം ഭാഗം നമുക്ക് ഇനി കൃഷ്ണപ്രഭയുടെ റൂമിൽ ചെന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, കം ഓൺ. റൂം നമ്പർ 226. ഈ റൂമിലുണ്ട് നമ്മളുടെ യക്ഷി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കം എവിടം വരെ എത്തി, എന്തൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് ഹോൺ അടിച്ച് ബെല്ല് അമർത്തിയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഹലോ ഗായ്സ്, എന്തുകൊണ്ട് ഈ റൂമിലാണ് നമ്മളുടെ കൃഷ്ണപ്രഭയുടെ മേക്കപ്പ് നടക്കുന്നത്? എന്തായി, സെറ്റായോ? ഇന്നല്ലേ പ്രോഗ്രാം, നാളെ ഇങ്ങനെ സെറ്റാവോ? നോക്കാം. കൃഷ്ണ,
ഹായ് സെറ്റാണോ സെറ്റാണ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മള് വൈകിയൊന്നുമില്ലല്ലോ സമയത്തല്ലേ എത്തിയത് നിങ്ങൾ വൈകായിരുന്നു ഇവിടെ കൂലങ്കഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പരിപാടികൾ മേക്കപ്പ് പരിപാടികൾ അത് തന്നെ പരിചയപ്പെടുത്തേണ്ടത് സിജാൻ കേട്ടോ സിജാനാണ് മേക്കപ്പ് ഇന്നത്തെ ചെയ്യുന്ന കൃഷ്ണയുടെ സിജാൻ ശരത്ത് ശരത് അതെ ഫുൾ യക്ഷിയായിട്ട് നല്ല സുന്ദരിയായിട്ടുള്ള യക്ഷിയായിട്ട് യക്ഷിനെ നിങ്ങൾ യക്ഷിയാക്കുവോ സുന്ദരി യക്ഷിയാക്കോ എന്നാണോ മറ്റേ ഡ്രം സ്ട്രോക്ക് ഉള്ള യക്ഷിയല്ല ഞാൻ അന്ന് പറഞ്ഞു നല്ല ഗന്ധർവന്റെ യക്ഷിയാണ് അടിപൊളി കണ്ടാ മതി ഇതൊക്കെ അപ്പൊ ഇവിടെ യക്ഷിയാവാൻ വേണ്ടിട്ട് ആള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സിജനെയും ഈ പറയുന്ന പോലെ ആളെയും എടുത്ത് പറയണം മലയാള സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ രണ്ടുപേരും എല്ലാ സെലിബ്രിറ്റീസിന്റെയും പെറ്റാണ് പെറ്റാണോ ഓ അടിപൊളി കാണാൻ സാധിച്ചു സിജനെ ആക്ച്വലി കിട്ടാനാണ് പാട് അപ്പൊ ഞാൻ ഇത് നമ്മളുടെ ഈ യക്ഷി കയറുന്നോണ്ട് ഞാൻ വേഗം പറഞ്ഞു സിജ ഇങ്ങനെ ആയതുകൊണ്ട് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടപ്പോ അങ്ങനെ ഒന്ന് കൈയോട് പിടിച്ചു യക്ഷിയാക്കുന്നതിൽ അധികം മേക്കപ്പ് ഇല്ല ശരിക്കും കൃഷ്ണപ്രഭേന പക്ഷെ അപ്പൊ നമ്മൾ തുടങ്ങാണ് ഇപ്പൊ എവിടെന്നാ തുടങ്ങുന്നത് നമ്മള് ഇപ്പൊ ആക്ച്വലി മേക്കപ്പ് ഇല്ലാത്ത കൃഷ്ണപ്രഭേനെ നമ്മൾ അധികം കണ്ടല്ലേ ഇതാണ് മേക്കപ്പ് ഇല്ലാതുള്ള ക്ലാസ്സിൽ വന്നപ്പോ മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ ജനിച്ചപ്പോഴേ സുന്ദരിയാണ് അപ്പൊ തുടങ്ങാണ് നമ്മൾ എന്നീ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ ആയിക്കോട്ടെ അപ്പൊ നിങ്ങളുടെ കലാപരിപാടികൾ നടക്കട്ടെ നമ്മളിവിടെ നമ്മുടെ ടീം അവിടെ റെഡി ആവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് തെയ്യം കാര്യങ്ങൾ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട് പെയിന്റിംഗ് ഒക്കെ ഉണ്ട് അവർക്ക് ഫേസിലൊക്കെ പെയിന്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പം അതും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ബാക്കി നമുക്ക് സ്റ്റേജിൽ കാണാം അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ സിജ ഡിസ്റ്റർബൻസ് അപ്പൊ ഞാൻ യക്ഷിയായിട്ട് വിളിക്കാം അല്ല യക്ഷിയായിട്ട് കാണാം അങ്ങനെ 1-2 മണിക്കൂറത്തെ മേക്കപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ യക്ഷി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സർപ്രൈസ് അപ്പൊ ഇതാണ് അവളുടെ കംപ്ലീറ്റ് ലുക്ക് ആ ഷോള് മാറ്റും ഇനി കറക്റ്റ് യക്ഷി കേട്ടോ എക്സാക്ട് യക്ഷി ആയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ മേക്കപ്പും പരിപാടികളും യക്ഷിയായിട്ട് വരുന്ന സമയത്ത് അവളുടെ ഫീൽ എന്താ സത്യം പറഞ്ഞാൽ ഇച്ചിരി ടെൻഷനുണ്ട് അല്ല എന്ന് വെച്ചാൽ നമ്മൾ പെർഫോം ചെയ്യുന്നതിലുള്ള ടെൻഷൻ ഉണ്ട് പക്ഷെ അല്ലാതെ നല്ല ഭംഗിയില്ലേ നന്നായിട്ടുണ്ട് സിജനാണ് മേക്കപ്പ് ചെയ്തത് നേരത്തെ കണ്ടു കോസ്റ്റ്യൂം എല്ലാവർക്കും ഒത്തിരി നല്ല അഭിപ്രായം നമ്മള് കൊടുത്ത റെഫറൻസിനേക്കാളും ഒരു പിടി മേലായിട്ടാണ് അരുൺ ചേട്ടൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ട് യക്ഷിനെ കാണാൻ എങ്ങനെയുണ്ടോ ഓക്കെ അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ ചേച്ചിയോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മള് പൊളിക്കാത്ര എല്ലാവരും സെറ്റായിട്ട് അടിപൊളിയായിട്ട് കളിക്കാം അപ്പൊ മറ്റേത് പറ അല്ലേലും സുന്ദരിയാന്ന് പറ അല്ലേലും ഞാൻ സുന്ദരി തന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ പരിചയപ്പെടാൻ മറന്നുപോയ ഒരാളുണ്ട് പിടിതരാതിരുന്ന ആളാണ് ഇതിന്റെ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള വിഷ്ണുവിന്റെ തലയാണ് ഇത് ഈ കാണുന്നതെല്ലാം ഓരോ പിൻ ടു പിയാനോ വിഷ്ണുവിന്റെ തലയാണ് ഒരു ഡ്രസ്സിങ്ങും തീം സോങ് എല്ലാം ഞാൻ പറയില്ലേ ഈ ഒരു തീം രാജപ്പൻ കൊടുത്തു അത് നമുക്കൊരു സാധനം ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിനൊരു കഥ ഉണ്ടാക്കി അതിനൊരു സ്ക്രിപ്റ്റ് എഴുതി ഡയലോഗ് ഉണ്ടാക്കി ഏതാണ്ട് ഒരു 10-15-20 ദിവസത്തോളം ഉള്ള ഒരു ഹാർഡ് വർക്ക് 70 ക്രൂ നിർത്തിക്കൊണ്ട് ഒരു 15-20 ദിവസം ഇവരുടെ ഒരു കഷ്ടപ്പാടും വേർപ്പാണ് നമ്മൾ ഇന്ന് സ്റ്റേജിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ എക്സൈറ്റഡ് ആണ്, എനിക്കറിയാം നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് അറിയാം. ബാക്കി നമുക്ക് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാൻ ബാക്കി നമുക്ക് കാണാം അല്ലേ.